എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നാമരാമായണം സുന്ദരകാണ്ഡത്തിലെ ആകെ 8 ശ്ലോകങ്ങളാണുള്ളത്, 8 നാമങ്ങളാണുള്ളത്. അതിലൊരു 4 ഞാൻ ചൊല്ലാം. കപിവര സന്തത സംസ്കൃത രാമ തദ്ഗതി വിഘ്നധ്വംസക രാമ സീതാ പ്രാണാധാരക രാമ ദുഷ്ടദശാനന ദൂഷിത രാമ. രാമായണം സുന്ദരകാണ്ഡത്തിൽ സുന്ദരനഗരിയായ ലങ്കയിൽ ഹനുമാൻ എത്തിയിരിക്കുകയാണ്. നമ്മളൊരു ആപത്തിലകപ്പെടുമ്പോൾ നമ്മളുടെ മനസ്സും ബുദ്ധിയും ഒന്നും ശരിക്കും പ്രവർത്തിക്കില്ല. ആ സമയത്ത് നമ്മളെ സഹായിക്കാനെന്ന വ്യാജേന ആര് വന്നാലും അവരെ സംശയദൃഷ്ടിയോടെ തന്നെ നോക്കണം എന്നാണ് സീതാദേവി നമുക്ക് കാണിച്ചു തരുന്നത്. ഹനുമാൻ വന്ന് രാമകഥ മുഴുവൻ പറഞ്ഞിട്ടും ശ്രീരാമൻ അയച്ചതാണ്, ദൂതനാണ് എന്നൊക്കെ പറഞ്ഞിട്ടും സീതാദേവി വളരെ സംശയത്തോടു കൂടെ തന്നെയാണ് ഹനുമാനെ ആദ്യം കാണുന്നത്. പിന്നെ രാമനാമാങ്കിതമായ അംഗുലീയം മോതിരം ഏൽപ്പിച്ചപ്പോഴാണ് സീതാദേവിക്കും ശരിയായും രാമദൂതനാണ് ഹനുമാൻ എന്ന് വിശ്വാസം വന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ആത്മവിശ്വാസം വരികയും തിരിച്ച് ശ്രീരാമൻ്റെ അടുത്ത് ചെന്ന് സീതാദേവിയെ കണ്ടതായ വിവരം അറിയിക്കാനായിട്ട് ഒരു കഥ, അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറഞ്ഞു കൊടുത്തിട്ടാണ് അയക്കുന്നത്, ഒരു അടയാളവാക്യമായിട്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സീതാദേവി അത്യന്തം രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു സംഭവത്തിൻ്റെ വിവരണം അടയാളവാക്യമെന്ന നിലയിൽ ഹനുമാന് പറഞ്ഞു കൊടുത്തു. ഒരിക്കൽ വനവാസത്തിനിടയിൽ ചിത്രകൂടത്തിലെ ആശ്രമത്തിൽ സുഖജീവിതം നയിക്കുമ്പോൾ ശ്രീരാമൻ ജലക്രീഡയ്ക്ക് ശേഷം ഈറനായ വസ്ത്രത്തോടുകൂടെ തന്നെ സീതയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് എവിടെ നിന്നോ ഒരു കാക്ക പറന്നു വന്ന് സീതയെ കൊത്തുകയുണ്ടായി. സീത ഒരു വടിയെടുത്ത് ഓങ്ങിയപ്പോൾ കാക്ക അല്പം അകലെ ചെന്നിരുന്നുവെങ്കിലും പിന്നെയും അന്ന് സീതയുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു. മുറിവിൽ നിന്ന് ചോരത്തുള്ളികൾ ഇട്ടിട്ട് ശ്രീരാമന്റെ ദേഹത്ത് വീണപ്പോൾ അദ്ദേഹം ഉണർന്നെഴുന്നേറ്റ് നോക്കി. കാക്ക സാധാരണയായുള്ള കാക്കയല്ലെന്നും ശത്രുഭാവം മറച്ച് ആ രൂപത്തിൽ വന്നിരിക്കുന്ന ദേവേന്ദ്രപുത്രനായ ജയന്തനാണെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ ക്രുദ്ധിച്ച് ലക്ഷ്മണൻ കൊണ്ടുവച്ചിരുന്ന ദർഭപ്പുല്ലിൽ ഒന്നെടുത്ത് അതിൽ ബ്രഹ്മാസ്ത്രമടക്കി തൊടുത്തുവിട്ടു. മാരകമായ മഹാസ്ത്രം കാലാഗ്നി പോലെ കത്തിജ്വലിച്ചുകൊണ്ട് തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ വായസരൂപത്തിലുള്ള ജയന്തൻ എഴുന്നേറ്റ് ആകാശത്തിൽ ഉയർന്ന് പറന്നു തുടങ്ങി. എന്നാൽ എവിടെയെല്ലാം താൻ പറന്നു പോകുന്നുവോ അവിടെയെല്ലാം തന്നെ അനുഗമിക്കുന്ന ശ്രീരാമാസ്ത്രത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ജയന്തൻ ഒന്നൊന്നായി സ്വപിതാവായ ദേവേന്ദ്രനെയും മറ്റു ദേവന്മാരെയും ചില ഋഷീശ്വരന്മാരെയും സമീപിച്ചുവെങ്കിലും അവരെല്ലാം നിസ്സഹായത പ്രകടിപ്പിച്ചതേ ഉള്ളൂ. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ജയന്തൻ ചിത്രകൂടത്തിലേക്ക് തിരികെ പറന്നു ചെന്ന് ശ്രീരാമപാദങ്ങളിൽ വീണ് ക്ഷമായാചനം ചെയ്ത് ജീവരക്ഷ യാചിച്ചു. ഒരിക്കൽ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രത്തിന് എന്തെങ്കിലും ലക്ഷ്യം നൽകാതെ ആ മഹായുധം ഉപസംഹരിക്കുവാൻ നിവൃത്തിയില്ലാത്തതിനാൽ ശ്രീരാമൻ ജയന്തന്റെ വലതു കണ്ണ് ലക്ഷ്യമാക്കി അതിൻ്റെ കാഴ്ചയില്ലാതാക്കിയിട്ട് ജീവരക്ഷ നൽകി. ഈ സംഭവം വിവരിച്ചിട്ട് സീത പറഞ്ഞു, ഹനുമാൻ, അങ്ങ് എനിക്ക് വേണ്ടി എൻ്റെ ഭർത്താവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കണം. വെറും ഒരു കാക്കയുടെ നേർക്ക് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച അദ്ദേഹം എന്നെ അപഹരിച്ച രാവണനെ നിഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ്? എൻ്റെ നേരെ കാരുണ്യം കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? രാവണനെയും മറ്റു രാക്ഷസന്മാരെയും നശിപ്പിക്കുവാൻ താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? അത്രയും പറഞ്ഞ് അശ്രുക്കൾ പൊഴിക്കുന്ന സീതയെ സാന്ത്വനപ്പെടുത്തുവാൻ ഹനുമാൻ ശ്രമം നടത്തി. ദേവി, അവിടത്തെ കാണാൻ ഞാൻ ദുഃഖിക്കുന്ന ശ്രീരാമനും ലക്ഷ്മണനും അവിടത്തെ കണ്ടെത്തിയെന്ന് ഞാൻ പറഞ്ഞറിയുമല്ലോ. അവരുടെയും അവിടത്തെയും ദുഃഖം അവസാനിക്കാറായി. അവർ ഇവിടെ എത്തി രാവണനെയും അനുയായികളെയും നിഗ്രഹിച്ച് അവിടത്തോടുകൂടി അയോധ്യയിലേക്ക് മടങ്ങിപ്പോകും. ഹനുമാന്റെ ഉറപ്പിൽ നിന്ന് അല്പം മനസ്സമാധാനം കൈവന്ന് സീത പറഞ്ഞു, ഇനിയുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിനുള്ള ചുമതല അങ്ങേക്കാണ്. അങ്ങയുടെ പരിശ്രമത്തിനനുസരിച്ചായിരിക്കും ഇനിയെല്ലാം നടക്കുക. രാവണൻ തന്നിരിക്കുന്ന 2 മാസത്തെ കാലാവധിക്കുള്ളിൽ എന്നെ രക്ഷിക്കണമെന്ന് എൻ്റെ ഭർത്താവിനോട് പ്രത്യേകം പറയണം. തുടർന്ന് സീത ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്ന അനർഘമായ ചൂടാമണിയെടുത്ത് ഹനുമാന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനെ അങ്ങ് എൻ്റെ ഭർത്താവിനെ ഏൽപ്പിക്കണം. അദ്ദേഹം ഇത് കാണുമ്പോൾ ത്രയംബക ഭഞ്ജനത്തെയും എൻ്റെ മാതാപിതാക്കളെയും പ്രത്യേകം ഓർമ്മിക്കും. എൻ്റെ വിവാഹ അവസരത്തിൽ എൻ്റെ പിതാവ് ശുശ്രൻ്റെ കയ്യിൽ എനിക്ക് വേണ്ടി നൽകിയതാണ് ഈശ്വരോലങ്കാരം. അങ്ങയുടെ മടക്കയാത്ര മംഗളകരമായിരിക്കട്ടെ.
ഹനുമാൻ ഭക്തിയാത്ര പുരസ്സരം ചൂടാരത്നം വാങ്ങി സീതയെ സാഷ്ടാംഗം നമസ്കരിച്ച് എഴുന്നേറ്റ് പ്രദക്ഷിണം ചെയ്ത് യാത്ര ചോദിച്ച് അകലെ ഒരു വൃക്ഷത്തിൽ കയറിയിരുന്ന് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഗാഠമായി ആലോചന തുടങ്ങി. ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യമായ സീതാദർശനം എനിക്ക് സാധിച്ചിരിക്കുന്നു. ഇനി ശത്രുക്കളുടെ ശക്തി മനസ്സിലാക്കുകയും അതിന് ചതുരുപായങ്ങളിൽ നാലാമത്തേതായ ദണ്ഡം ഉപയോഗിക്കുകയും വേണം. രാക്ഷസന്മാരോട് കലഹിച്ച് എന്റെ ശക്തിയും വീര്യവും പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ദൂതന്റെ ബലം അറിയുന്ന രാവണൻ സ്വാമിയുടെ ബലം മനസ്സിലാക്കണം. മനോഹരമായ അശോകവനം നശിപ്പിച്ചാൽ രാവണൻ എന്നെ ശിക്ഷിക്കുന്നതിനായി ഭടസംഘങ്ങളെ നിയോഗിക്കും. ആദ്യമായി അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുക തന്നെ വേണം. അങ്ങനെ നിശ്ചയിച്ച് പ്രമദവനം എന്നുകൂടി പേരുള്ള ഉദ്യാനത്തെ തകർത്തു തുടങ്ങി. ആ മഹാശക്തന്റെ മുഷ്ടിപ്രഹരങ്ങളും പാദാഘാതങ്ങളും ഏറ്റ് വൻമരങ്ങൾ കഠിന ശബ്ദത്തോടുകൂടി പൊട്ടിത്തകർന്ന് നിലംപതിച്ചു. പക്ഷികളും മൃഗങ്ങളും സർവനാശം സംഭവിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ആർത്തനാദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് പരക്കം പാഞ്ഞു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നയനാനന്ദപ്രദമായി വിലസിയിരുന്ന ആ ഉദ്യാനം താറുമാറായി നയന ദുഃഖപ്രദമായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. സീതയിരിക്കുന്ന ശിംശുഭ വൃക്ഷവും ചുറ്റുപാടും മാത്രം ഒരു കേടും പറ്റാതിരിക്കുവാൻ ഹനുമാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. സീതയ്ക്ക് കാവലിരിക്കാൻ നിയുക്തകളായ രാക്ഷസികൾ ആരാമഭഞ്ജനത്തിൽ പരിഭ്രാന്തരായി ഓടിച്ചെന്ന വിവരമറിയിച്ചതിൽ രാവണന്റെ കണ്ണുകളിൽ ക്രോധാഗ്നി കത്തിക്കാളി. മുഷ്കരനായ ഏതോ ഒരു വാനരനാണ് ഈ അക്രമം പ്രവർത്തിക്കുന്നതെന്ന് അവരിൽ നിന്ന് മനസ്സിലാക്കിയ ലങ്കേശ്വരൻ ആ മൃഗത്തെ നല്ലൊരു പാഠം പഠിപ്പിക്കുന്നതിനായി ഭീകരന്മാരും കരാളായുധധാരികളുമായ വലിയൊരു സംഘം ഭടന്മാരെ നിശ്ചയിച്ചു. ശത്രുക്കളുടെ ആക്രമണം പ്രതീക്ഷിച്ച് ഒരു തോരണത്തിന് മുകളിലിരിക്കുന്ന ഹനുമാനെ അവർ അഗ്നികുണ്ടത്തെ ശലഭങ്ങൾ എന്ന പോലെ സമീപിച്ചു. ഹനുമാൻ അടുത്ത് കിടന്നിരുന്ന ഒരു പരിഖം കൈയിലാക്കി ആക്രമണകാരികളിൽ ബഹുഭൂരിപക്ഷത്തെയും അനായാസേന കൊന്നൊടുക്കി. ജീവനോടെ ശേഷിച്ച ചുരുക്കം ചിലർ കൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്ന് തങ്ങളുടെ സഹചാരന്മാരുടെ കാലപുരീഗമനത്തെയും അജ്ഞാതനായ ഭയങ്കര വാനരന്റെ ദുർവാര ശക്തിയെയും കുറിച്ച് രാവണന് വിവരം നൽകി. മന്ത്രിവര്യനായ പ്രഹസ്തന്റെ പുത്രനും വീരനുമായ ജംബുമാലിയെയും സൈന്യത്തെയും വാനരനിധനത്തിന് നിയോഗിക്കുക എന്നതായിരുന്നു രാവണന്റെ അടുത്ത നടപടി. അപ്പോഴേക്കും തോരണത്തിൽ നിന്ന് ഒരു ഗോപുരത്തിലേക്ക് മാറിയിരുന്ന ഹനുമാനെ അമ്പുകളെയ്ത് നിസ്സാരമായ ചില മുറിവുകൾ ഏൽപ്പിക്കുവാൻ ജംബുമാലിക്ക് കഴിഞ്ഞു. എങ്കിലും പ്രഹസ്തപുത്രൻ ഹനുമാന്റെ പരിഖപ്രയോഗമേറ്റ് ശകലീശരീരനായി മൃത്യുവശനായി. അടുത്തതായി ഹനുമാനോടേറ്റത് രാവണനാൽ നിയുക്തരായ അഷ്ടമന്ത്രിപുത്രന്മാരും അവരാൽ നയിക്കപ്പെടുന്ന സേനാവിഭാഗങ്ങളുമായിരുന്നു. എന്നാൽ മുഷ്ടികൾ കൊണ്ടടിച്ചും പാദങ്ങൾ കൊണ്ട് തൊഴിച്ചും നഖങ്ങൾ കൊണ്ട് പിളർന്നും അവരെയെല്ലാം നിഗ്രഹിക്കുവാൻ ഹനുമാന് കഠിനാധ്വാനം വേണ്ടി വന്നില്ല. ആ വർത്തമാനം കിട്ടിയപ്പോൾ രാവണൻ പഞ്ചസേനാ വിഭാഗ നായകന്മാരായ വിരൂപാക്ഷൻ, ദുർധഷൻ, യൂപാക്ഷൻ, പ്രഖസൻ, ഭാസകർണൻ എന്നിവരെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആ വാനരൻ സാമാന്യക്കാരനല്ല എന്നെനിക്ക് തീർച്ചയാണ്. നമ്മുടെ ശത്രുക്കളായ ദേവഗന്ധർവാദി വർഗ്ഗക്കാർ മന്ത്രപ്രയോഗത്താൽ സൃഷ്ടിച്ചയച്ച ഏതോ മഹാ അത്ഭുതമല്ലേ ഇവനെന്ന് ഞാൻ സംശയിക്കുന്നു. ഏതായാലും നിങ്ങൾ സൈന്യബലത്തോടു കൂടി ചെന്ന് ഏത് വിധേനയും അവനെ ജീവനോട് പിടിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യണം. ഗജരഥതുകാദികൾ ഉൾപ്പെടുന്ന മഹാസേനയെ നയിച്ചുകൊണ്ട് പഞ്ചസേനാ വിഭാഗ നായകന്മാർ ഒന്നിച്ചു ഓടിച്ചെന്ന് ഹനുമാന്റെ മേൽ ചാടി വീണു. അവരുടെ ആയുധപ്രയോഗങ്ങൾക്ക് എതിരാളിയുടെ ശരീരത്തിൽ ചില മുറിവുകളൊക്കെ വരുത്താനും കഴിഞ്ഞു. എങ്കിലും ഹനുമാൻ സിംഹഗർജനം ചെയ്തുകൊണ്ട് ആദ്യം ദുർധരനെയും പിന്നീട് വിരൂപാക്ഷനെയും യൂപാക്ഷനെയും പരലോകത്തേക്ക് പറഞ്ഞയച്ചു. സഹചരപ്രധാനികൾ 3 പേരുടെയും നിധനത്തിന് ദിക്സാക്ഷികളായിരുന്ന പ്രഹസനും ഭാസകർണനും പ്രതികാരേച്ഛതുക്കളും കോപാവിഷ്ടരുമായി പൂർവാധികം ശൗര്യത്തോടെ പൊരുതി. എന്നാൽ അവരുടെ സുദീർഘവും ഭീകരവുമായ യുദ്ധം അവസാനിച്ചത് അവരുടെ പൂർവ്വഗാമികളുടെ പിന്നാലെയുള്ള പരലോക ഗമനത്തിലായിരുന്നു. തന്റെ കനിഷ്ഠപുത്രനും യുദ്ധവീരനെന്ന് സുപ്രസിദ്ധനുമായ അക്ഷകുമാരനെയാണ് രാവണൻ അടുത്തതായി വാനരശത്രുവിനെ നിഗ്രഹിക്കാൻ നിയോഗിച്ചത്. അഷ്ടവാജികളെ പൂട്ടിയ കാഞ്ചനരഥത്തിൽ ആരൂഢനായി ചതുരംഗസേനയാൽ അനുഗതനായി അക്ഷകുമാരൻ ഭയാശങ്കകൾ കൂടാതെ വാനരശത്രുവിനെ ചെന്നെതിർത്തു. അപ്പോഴുണ്ടായ സംഘട്ടനത്തിനിടയിൽ രാവണപുത്രൻ പ്രയോഗിച്ച 3 തീക്ഷ്ണസായകങ്ങൾ പ്രതിയോഗിയുടെ ശിരസിൽ മാരകമല്ലെങ്കിലും നിസ്സാരമല്ലാത്ത പരുക്കുകൾ ഏൽപ്പിച്ചു. ആകാശസഞ്ചാര വിദ്യ വശപ്പെടുത്തിയിരുന്ന ഇരുവരും തമ്മിൽ ഭൂതലത്തിന് മുകളിലായി നടന്ന ദ്വന്ദ്വയുദ്ധം കണ്ടുനിന്നവരെ അത്ഭുതപ്പെടുത്തി. ഒടുവിൽ ഹനുമാൻ ക്രോധാരുണ നേത്രനായി അക്ഷകുമാരന്റെ തേര് തകർത്ത് അഷ്ടവാജികളെ കൊന്നു. എന്നിട്ട് രാവണപുത്രനെ എടുത്തുയർത്തി വായുവിൽ പലതവണ അതിവേഗത്തിൽ ചുഴറ്റി ഊക്കോടെ നിലത്തടിച്ചു. കൈകാലുകളും മറ്റ് അവയവങ്ങളും ഛിന്ന ഭിന്നമായി രക്തധാര പ്രവഹിപ്പിച്ച് കണ്ണുകൾ തുറച്ച് രാക്ഷസ രാജകുമാരൻ മൃത്യുവശകനായി.
കനിഷ്ഠപുത്ര നിധന വാർത്തയറിഞ്ഞ രാവണൻ ശോകപരവശനും ക്ഷുഭിതനുമായെങ്കിലും സ്വതസിദ്ധമായ ധൈര്യം കൈവിടാതെ സീമന്തപുത്രനായ ഇന്ദ്രജിത്തിനെ അരികിലേക്ക് വിളിച്ചു പറഞ്ഞു, മകനെ, ദേവേന്ദ്രനെ തോൽപ്പിച്ചവനും ബ്രഹ്മാസ്ത്രം സമ്പാദിച്ചവനുമാണല്ലോ നീ. നിനക്ക് സമാനമായ യോദ്ധാവ് മുപ്പാരിലും ഇല്ലതാനും. ചില സേനാനായകന്മാരെയും നിന്റെ അനുജനെയും എണ്ണമറ്റ ഭടന്മാരെയും ആ വാനരൻ നാമാവിശേഷമാക്കിയിരിക്കുന്നു. അവനെ ഇല്ലായ്മ ചെയ്യാനുള്ള കരുത്തുള്ളവനായി ഞാനിപ്പോൾ നിന്നെ മാത്രമേ കാണുന്നുള്ളൂ. അഗ്നിയിൽ എന്ത് വീണാലും ദഹിക്കുന്നത് പോലെ അവനെ നേരിടുന്നവരെല്ലാം നശിക്കുകയാണ്. സൂക്ഷിച്ചു വേണം നീ അവനോട് യുദ്ധം ചെയ്യാൻ. വേണ്ടതെല്ലാം വേണ്ടതുപോലെ ചെയ്തുകൊള്ളൂ. 4 ഭയങ്കര സിംഹങ്ങളെ പൂട്ടിയ തേരിൽ കയറി വമ്പിച്ച സൈന്യത്തെ നയിച്ചുകൊണ്ട് ഹനുമാന്റെ മുമ്പിലെത്തി നിശിത ബാണങ്ങൾ പ്രയോഗിച്ചു. എന്നാൽ ഒരിക്കലും ലക്ഷ്യം തെറ്റാത്ത ആ ബാണങ്ങൾ ഇപ്രാവശ്യം നിഷ്ഫലങ്ങളായി. കാരണം ഹനുമാൻ വായുവിൽ ഉയർന്ന് അവയിൽ നിന്ന് മിന്നൽ വേഗത്തിൽ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. അതേസമയം എതിരാളിയെ പ്രഹരിക്കാനുള്ള സന്ദർഭം കണ്ടെത്താതും ഇരുന്നില്ല. അങ്ങനെ ഒരു പ്രതിയോഗിയെ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഇന്ദ്രജിത്ത് എങ്ങനെയാണ് ഇവനെ അസ്തവീര്യനും അശക്തനുമാക്കുക എന്ന് ചുഴിഞ്ഞാലോചിച്ചപ്പോൾ ഒരു വഴി കണ്ടുകിട്ടി. അവൻ പ്രതിവിധിയില്ലാത്തതും ഒരിക്കലും ലക്ഷ്യം പിഴയ്ക്കാത്തതും ദിവ്യാസ്ത്രങ്ങളിൽ പ്രമുഖവുമായ ബ്രഹ്മാസ്ത്രമെടുത്ത് വില്ലിൽ തൊടുത്ത് അമ്പരചാരിയായ വാനരന്റെ നേർക്കയച്ചു. ആ മഹായുധം ഉത്തരക്ഷണത്തിൽ ഹനുമാനെ അസ്തപ്രജ്ഞനാക്കി ആകാശത്തു നിന്ന് നിലത്ത് വീഴ്ത്തിയതുകൊണ്ട് ഇന്ദ്രജിത്തും അനുചരന്മാരും ആഹ്ലാദഭരിതരായി. എന്നാൽ ബ്രഹ്മാസ്ത്രം ഹനുമാനെ ചില നിമിഷങ്ങൾക്ക് മാത്രമേ കീഴ്പ്പെടുത്തുകയുള്ളൂ എന്നായിരുന്നു ബ്രഹ്മദേവന്റെ നിശ്ചയമെന്ന് അക്കൂട്ടർ അറിഞ്ഞിരുന്നില്ല. താൽക്കാലികമായ ബോധക്ഷയത്തിൽ നിന്നുണർന്ന് ഹനുമാൻ നിശ്ചലനും നിശ്ചേഷനുമായി കിടന്നുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു. ബ്രഹ്മദത്തമായ വരത്താൽ എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. രാക്ഷസന്മാർ എന്നെ ബന്ധിച്ചുകൊണ്ട് പോയിക്കൊള്ളട്ടെ. രാവണനെ നേരിട്ട് കാണാനും അവനോട് സംസാരിക്കാനും എനിക്ക് അവസരം കിട്ടുമല്ലോ. ബോധക്ഷയം അഭിനയിച്ച് കിടക്കുകയാണ് ഹനുമാൻ എന്നറിയാതെ രാക്ഷസന്മാർ ആ വാനരശത്രുവിനെ പിടിക്കുകയും വരിക്കുകയും ചണനൂലും മറ്റും കൊണ്ട് വരിഞ്ഞു കെട്ടുകയും ചെയ്തു. ഇന്ദ്രജിത്തിന് മാത്രമേ ഹനുമാന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിശക്തിയും അസ്ത്രവിജ്ഞാനവും പരിചയസമ്പത്തും ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും ഈ വാനരനെ പിതൃസമീപത്തേക്ക് ആനയിക്കുക തന്നെ എന്നുള്ള രാക്ഷസ രാജകുമാരന്റെ നിശ്ചയമനുസരിച്ച് ഭടന്മാർ ഹനുമാനെ കെട്ടിയെടുത്ത് രാജമന്ദിരത്തിലേക്ക് കൊണ്ടുപോയി രാജാവിന്റെ മുമ്പിൽ കിടത്തി. ദശശിരസ്സുകൾ, വിശാലാരുണ നേത്രങ്ങൾ, ഭീഷണദംഷ്ട്രങ്ങൾ, നീലാഞ്ജന സമമായ വിപുല ശരീരം, വിശാലമായ വക്ഷപ്രദേശം, ഭരികതുല്യമായ ബാഹുക്കൾ എന്നിവയെല്ലാമുള്ള രാക്ഷസ ചക്രവർത്തി തൻ്റേതു മാത്രമായ പ്രത്യേകതകളോടുകൂടി സിംഹാസനത്തിൽ വിരാജിക്കുന്നത് ഹനുമാൻ കണ്ടു. അനർഘരത്നങ്ങൾ അമിഴ്ത്തിയ കിരീടവും മുത്തുകൾ കോർത്തിണക്കിയ മാലാകലാപങ്ങളും സ്വർണരത്ന നിർമ്മിതങ്ങളായ കടകകേയൂര വലയാദികളും വർണ്ണോജ്വലങ്ങളായ പട്ടുവസ്ത്രങ്ങളും ധരിച്ച് ഉഗ്രപ്രതാപശാലിയായി ഇരുന്നരുളുകയാണ് സീതാഭർത്താവായ ലങ്കേശ്വരൻ. പ്രഹസ്തൻ മുതലായ മന്ത്രിമാരാലും പരാക്രമികളായ സേനാനായകന്മാരാലും ആജ്ഞാനുവർത്തിനികളായ തരുണീമണികളാലും പരിസേവിതനായ രാവണനെ കണ്ടപ്പോൾ പരമശത്രുവെങ്കിലും അല്പം അഭിനന്ദനം ഹനുമാന് തോന്നാതിരുന്നില്ല. ധർമാത്മാവായ ആ വാനരോത്തമൻ ആലോചിച്ചു, എന്തൊരു പ്രതാപം, ധൈര്യം, ശക്തി, ആകാരവിശേഷം! കഷ്ടം, ഇവൻ അധർമ്മിഷ്ഠനായി പോയല്ലോ. അല്ലായിരുന്നുവെങ്കിൽ ഇവന് തുല്യനായ ത്രിലോകങ്ങളിൽ മറ്റാരും കാണുകയില്ലായിരുന്നു. അതേസമയം രാവണൻ ഹനുമാനെ കണ്ട് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. പണ്ടൊരിക്കൽ ഞാൻ കൈലാസത്തിൽ വെച്ച് ശ്രീ പരമേശ്വരന്റെ അനുചരനായ നന്ദികേശ്വരനെ പരിഹസിക്കുകയുണ്ടായി. തന്നെപ്പോലെ വാനരാകൃതിയിലുള്ള ഒരുവനിൽ നിന്ന് തനിക്ക് അപായമുണ്ടാകുമെന്ന് നന്ദികേശ്വരൻ എന്നെ ശപിക്കുകയും ചെയ്തു. ആ ശാപം ഇപ്പോൾ ഫലിക്കുകയാണോ, അതോ മറ്റെന്തെങ്കിലും മഹാശത്രു വേഷം മാറി വന്നിരിക്കുന്നതാണോ? അമ്മാതിരി ചിന്തകളെ അകറ്റി മാറ്റിയിട്ട് താൻ ബന്ധനസ്ഥനോട് നേരിട്ട് സംസാരിക്കുന്നത് തൻ്റെ അത്യുന്നത സ്ഥാനമഹിമയ്ക്ക് അനുയുക്തമല്ലെന്ന് കരുതിയിട്ടായിരിക്കണം രാവണൻ മന്ത്രിപ്രധാനനോട് പറഞ്ഞു. പ്രഹസ്ത, ഈ വാനരാധമൻ എവിടുന്ന്, എന്തിന്, ഇവിടെ വന്നു? എൻ്റെ ഉദ്യാനം തകർക്കാൻ എന്താണ് കാരണം? ആരെങ്കിലും ഇവനെ ഇങ്ങോട്ട് അയച്ചതാണോ? എല്ലാം ഇവനോട് ചോദിച്ചു മനസ്സിലാക്കൂ. രാജാവിന് വേണ്ടി മന്ത്രി സംസാരിച്ചു. എടോ വാനര, നിന്നെ ഇവിടെ ആരും ഉപദ്രവിക്കുകയില്ല. നിനക്ക് യാതൊരു ഭയവും വേണ്ട. സത്യം പറയണം, എന്നാൽ കെട്ടഴിച്ച് നിന്നെ വിട്ടേക്കാം. ദേവേന്ദ്രന്റെയോ വൈശ്രവണന്റെയോ വരുണന്റെയോ യമന്റെയോ മറ്റോ ദൂതനാണോ നീ? കള്ളൻ പറഞ്ഞാൽ നിന്നെ കൊല്ലും, തീർച്ച. ഹനുമാനാകട്ടെ മന്ത്രിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി രാജാവിന് നേരിട്ട് നൽകി. ഹേ രാവണ, ഞാൻ ദേവേന്ദ്രന്റെയോ വൈശ്രവണന്റെയോ മറ്റോ ദൂതനല്ല, ശ്രീരാമസ്വാമിയുടെ ദൂതനാണ്. അങ്ങയെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിനുള്ള ഉപായം എന്ന നിലയിൽ ഞാൻ ഉദ്യാനം തകർത്തു എന്നേ ഉള്ളൂ. ബ്രഹ്മാസ്ത്രബന്ധനാണ് എന്ന് ഞാൻ അഭിനയിക്കുക മാത്രമായിരുന്നു. ഹനുമാൻ എന്നാണ് എൻ്റെ പേര്. തുടർന്ന്
ഹനുമാൻ സാമാന്യം ദീർഘമായി തന്നെ ശ്രീരാമനെയും സുഗ്രീവനെയും തന്നെയും കുറിച്ചുള്ള വിവരങ്ങൾ രാവണന് നൽകി. ശ്രീരാമ സീതാലക്ഷ്മണന്മാരുടെ വനവാസം, സീതാപഹരണ വൃത്താന്തം, ജടായുവധം, സുഗ്രീവ സഖ്യം, വാനര സംഘത്തിന്റെ സീതാന്വേഷണ സംരംഭം എന്നിവയെല്ലാം ഹനുമാൻ അനുക്രമമായി കേൾപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നിർത്തി. ഹേ രാവണ, ഞാൻ സീതാദേവിയെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാക്ഷസ വംശത്തെ നശിപ്പിക്കുവാൻ കഴിവുള്ള ശക്തി സ്വരൂപിണിയാണ് സീതാദേവി. ആ പരമാർത്ഥം അങ്ങ് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഖരദൂഷണന്മാരെയും ബാലിയെയും വധിച്ചത് ശ്രീരാമനല്ലാതെ മറ്റാരുമല്ല. ആത്മനാശം സംഭവിക്കാതെ നോക്കിക്കൊള്ളൂ. അതിനുള്ള ഒരൊറ്റ മാർഗം സീതാദേവിയെ ശ്രീരാമന് സമർപ്പിക്കുകയാണ്. അങ്ങയുടെ ലങ്കാരാജ്യത്തെ നശിപ്പിക്കാൻ ഞാൻ മാത്രം മതിയാകും. എന്നാൽ അതിനുള്ള നിർദ്ദേശം ശ്രീരാമൻ എനിക്ക് നൽകിയിട്ടില്ല. അങ്ങ് അനേകം സ്ത്രീകളെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അവരെ പോലെയാണ് സീതാദേവി എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങയുടെ കഴുത്തിൽ വീണിരിക്കുന്ന കാലപാശമാണ് സീതാദേവി എന്ന് മനസ്സിലാക്കി ഈ കളി മതിയാക്കുന്നതാണ് അങ്ങേക്ക് നല്ലത്. ശ്രീരാമന്റെ കോപാഗ്നി അങ്ങയുടെ രാജ്യത്തെ ആകെ ദഹിപ്പിക്കാറായി. മഹാവിഷ്ണുവിന് തുല്യനായ ശ്രീരാമനെ എതിർത്ത് നിൽക്കാൻ ആർക്കും സാധ്യമല്ല, ദേവേന്ദ്രനും ബ്രഹ്മദേവനും പരമശിവന് പോലും. ഹനുമാന്റെ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും വിവരണങ്ങളും രാവണന്റെ മനസ്സിലെ യാഥാർത്ഥ്യബോധം അങ്കുരിപ്പിക്കുന്നതിന് പകരം ഉത്കടമായ കോപം ഉളവാക്കുകയാണുണ്ടായത്. തനിക്ക് അപ്രിയം പറയുകയും തന്റെ ശത്രുവിനെ വാഴ്ത്തുകയും ചെയ്യുന്ന ചാപല്യമേറിയ ഈ നികൃഷ്ടവാനരന് ഉടൻ തന്നെ വധശിക്ഷ നൽകട്ടെ എന്നായി ആ കഠിനഹൃദയന്റെ ആജ്ഞ. അത് കേട്ട് രാജസദസ്സിൽ ഉണ്ടായിരുന്നവനും ധർമ്മിഷ്ഠന്മാരിൽ അഗ്രഗണ്യനുമായ രാവണാനുജൻ വിഭീഷണൻ എഴുന്നേറ്റ് പറഞ്ഞു. ജ്യേഷ്ഠ, കോപമടക്കി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കാര്യകാല വിവേചന ബുദ്ധിയുള്ള രാജാക്കന്മാർ ദൂതവധം ചെയ്യുമാറില്ല. ഈ വാനരനെ കൊല്ലുന്നത് ധർമ്മവിരുദ്ധവും നിന്ദ്യവും അപഹാസ്യവുമാണ്. ജ്യേഷ്ഠനെ പോലെയൊരു രാജധർമ്മജ്ഞനും പണ്ഡിതനും ഉന്നതസ്ഥാനീയനും അതൊട്ടും ശരിയല്ല. യുക്തമേത് അയുക്തമേത് എന്ന് നല്ലപോലെ ആലോചിച്ച് തീരുമാനിച്ചിട്ട് ദൂതന് അർഹമായ ശിക്ഷ നൽകുന്നതിൽ തെറ്റില്ല താനും. രാവണൻ തന്റെ നിശ്ചയത്തിൽ ഉറച്ചു തന്നെ നിന്നു. വിഭീഷണ, പല ദ്രോഹപ്രവൃത്തികളും നമ്മോട് ചെയ്തവനാണ് ഈ വാനരൻ. അവന് ഞാൻ വധശിക്ഷ നൽകുക തന്നെ ചെയ്യും. അധർമ്മപഥസഞ്ചാരണത്തിൽ നിന്ന് ജ്യേഷ്ഠ സഹോദരനെ പിന്തിരിപ്പിക്കുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കുക തന്നെ എന്ന് നിശ്ചയിച്ചുകൊണ്ട് വിഭീഷണൻ അല്പം ദീർഘമായി തന്നെ സംസാരിച്ചു. ജ്യേഷ്ഠ, ഓരോ കാര്യങ്ങൾക്കായി രാജാക്കന്മാർ അന്യോന്യം ദൂതന്മാരെ അയക്കുക പണ്ടേ ഉള്ള പതിവാണ്. അങ്ങനെയുള്ള ദൂതന്മാരെ നിഗ്രഹിക്കുക ശാസ്ത്രവിരുദ്ധവും ഗർഹണീയവുമാണ്. ഈ വാനരൻ പല തോന്നിയവാസങ്ങളും കാണിച്ചുവെന്നത് ശരി തന്നെ. അമ്മാതിരി പ്രവൃത്തികൾക്ക് പല ലഘുശിക്ഷകളും വിധിക്കപ്പെട്ടിട്ടുണ്ട്. അവയിലൊന്ന് ഇവന് നൽകുന്നതിന് വിരോധമില്ല. അങ്ങേപ്പോലുള്ളവർ കോപത്തിന് അടിമപ്പെടുന്നത് ശരിയല്ല. വധശിക്ഷ നൽകണമെങ്കിൽ ഈ ദൂതനെ ഇങ്ങോട്ട് അയച്ച ആൾക്കാരെ ആയിരിക്കണം. സ്വയം വന്നവനല്ല, അന്യനയച്ചു വന്നവനാണ് ഇവൻ. ആ സ്ഥിതിക്ക് തീർച്ചയായും വധ്യനല്ല. മാത്രമല്ല മറ്റൊന്നും ആലോചിക്കണം. രാമലക്ഷ്മണന്മാർ യുദ്ധത്തിന് വരുന്നത് നല്ലതാണ്. പക്ഷെ അതിനു മുമ്പ് ദൂതന്റെ മരണം അവരെ അറിയിക്കണ്ടേ? അതിന് യോഗ്യനായ ഒരുവനെയും ഞാൻ കാണുന്നില്ല. രാമലക്ഷ്മണന്മാരെ തോൽപ്പിക്കാൻ കെൽപ്പുള്ളവരാണ് നമ്മുടെ രാക്ഷസ സൈന്യങ്ങൾ. വിഭീഷണന്റെ അഭിപ്രായങ്ങൾ കഴമ്പില്ലാത്തവയല്ലെന്ന് പുനർവിചിന്തനം ചെയ്തപ്പോൾ തോന്നിയതനുസരിച്ച് രാവണൻ വാനരന് വധശിക്ഷയ്ക്ക് പകരം മറ്റൊരു ശിക്ഷ നൽകാൻ നിശ്ചയിച്ചു. വാലാണല്ലോ വാനരന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട അവയവം. ഇവന്റെ വാൽ തീയരിച്ച് കളയട്ടെ. കത്തുന്ന വാലോടുകൂടി ഇവനെ നഗരവീതികളിലൂടെ കൊണ്ടു നടക്കണം. അതിനുശേഷം അവൻ രാമലക്ഷ്മണന്മാരുടെ അടുക്കിലേക്ക് പൊയ്ക്കൊള്ളട്ടെ. തന്നെ കെട്ടിയിട്ടിരിക്കുന്ന കയറുകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വയം സ്വതന്ത്രനാവാൻ യാതൊരു പ്രയാസവുമില്ലെങ്കിലും ഹനുമാൻ മനഃപൂർവ്വം രാക്ഷസഭൃത്യന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയാണ് ഉണ്ടായത്. ലങ്കയിൽ നിന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയിച്ചതിന് ശേഷം ആ വാനരോത്തമൻ ഒന്നും അറിയാത്ത മട്ടിൽ നിശ്ചലനായി കിടന്നു കൊടുത്തു. വാലാങ്കുലം വലുതാക്കി വെച്ചിരിക്കുന്നതിനാൽ അതിൽ ചുറ്റുന്നതിനായി വളരെയധികം വസ്ത്രങ്ങളും വിരിപ്പുകളും പുതപ്പുകളും കമ്പിളികളും മറ്റും പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവരേണ്ടതായി വന്നുകൂടി. അവ കൊണ്ട് വാലാങ്കുലം ചുറ്റി പൊതിഞ്ഞതിന് ശേഷം ഭൃത്യന്മാർ ധാരാളം എണ്ണ കൊണ്ടുവന്ന് അതിലൊഴിച്ച് തീയും കൊളുത്തി. അതിനുശേഷം അനവധി രാക്ഷസന്മാർ ഒത്തുചേർന്ന് ഹനുമാനെ പൊക്കിയെടുത്ത് വാദ്യഘോഷങ്ങളോടും മാർപ്പുവിളികളോടും കൂടി ഓരോരോ തെരുവിലൂടെ കൊണ്ടു നടന്നു. ഹനുമാൻ ആലോചിച്ചു, ഞാൻ ബന്ധനത്തിൽ നിന്ന് നടിക്കുന്നതാണെന്ന് ഈ മഠയന്മാർക്ക് മനസ്സിലായിട്ടില്ല. ലങ്ക മുഴുവനും ചുറ്റിക്കാണാൻ എനിക്ക് അവസരം ലഭിക്കുന്നത് വലിയൊരു കാര്യം തന്നെ. അത് പിൽക്കാലത്ത് പ്രയോജനപ്പെടുമെന്ന് തീർച്ചയാണ്. അത് ശരിയായിരുന്നു എന്ന അനന്തര സംഭവങ്ങൾ തെളിയിക്കുക തന്നെ ചെയ്തു. രാക്ഷസന്മാരുടെ ചുമലിൽ സസുഖം ശയിച്ചുകൊണ്ട് ഹനുമാൻ ലങ്കാനഗരത്തിന്റെ കിടപ്പ് മുഴുവൻ കണ്ടു മനസ്സിലാക്കി ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചു. പലയിടങ്ങളിൽ നിന്ന് വന്നു ചേരുന്ന രാജവീഥികൾ, അവയിൽ ചിലതൊക്കെ ഒത്തുകൂടുന്ന നാൽക്കവലകൾ, ഇടയ്ക്കിടയ്ക്ക് കിടക്കുന്ന തുറസ്സായ സ്ഥലങ്ങൾ, സേനാധിപന്മാരുടെയും മന്ത്രിമാരുടെയും മന്ദിരങ്ങൾ എന്നിവയെല്ലാം കണ്ടുകൊണ്ട് ഹനുമാൻ മുമ്പോട്ട് പോയി.
കത്തുന്ന വാലുള്ള വാനരനെ കാണാനുള്ള കൗതുകത്തോടുകൂടി പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാം തെരുവുകളുടെ ഇരുവശങ്ങളിലും കൂടി നിന്നു. ആ വിവരം കാവൽക്കാരികളിൽ നിന്ന് അറിവായപ്പോൾ സീത ഉള്ളുരുകി പ്രാർത്ഥിച്ചു, അഗ്നിദേവ, ഞാൻ പതിവ്രതാധർമ്മം പൂർണ്ണമായും അനുവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഹനുമാന് ശീതളനായിരിക്കണമേ. സീതാദേവിയുടെ പ്രാർത്ഥന കൂട്ടായിട്ടുള്ളപ്പോൾ ഹനുമാന് ഒരാപത്തും സംഭവിക്കില്ല എന്ന് തന്നെ നമുക്കറിയാം. ബാക്കി ഭാഗം അടുത്ത ദിവസം.